തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച വേണുവിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി മെഡിക്കൽ എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വേണുവിന് ചികിത്സാ നിഷേധം ഉണ്ടായെന്ന് കുടുംബം ആവർത്തിച്ചു. അതേസമയം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പരാതിക്കാരി സുമയ്യ വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന്റെ പരാതി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച സംഘമാണ് കൊല്ലത്തെത്തിയത്. വേണുവിന് ചികിത്സ വൈകിയതാണ് മരണകാരണമെന്ന് കുടുംബം അന്വേഷണ സംഘത്തോടും ആവർത്തിച്ചു. മരണത്തിന്റെ ഉത്തരവാദിത്വം ഡോക്ടർമാർക്കെന്നും എക്കോ പരിശോധനയും ആൻജിയോഗ്രാമും നടത്തിയില്ലെന്നും വേണുവിന്റെ ഭാര്യ സിന്ധു അന്വേഷണ സംഘത്തോട് പറഞ്ഞു. അന്വേഷണ സംഘം ചോദിച്ചത് അതായത് ഹോസ്പിറ്റലിൽ ചെന്നത് മുതലുള്ളത്, അതായത് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന ആ സമയം മുതലുള്ള കാര്യങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മരണം സംഭവിക്കാൻ തൊട്ട് മുന്നേ വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ 2 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പിൽ പ്രതീക്ഷയെന്നും സിന്ധു പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ കഴിഞ്ഞ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകി 2 മാസമായിട്ടും മറുപടി ലഭിച്ചില്ലെന്ന് സുമയ്യ പറഞ്ഞു. എനിക്കത് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കി, ഇപ്പോഴാണ് അവരത് ചർച്ച വരെ ചെയ്തത്. ഇപ്പോഴെന്നെ ഇരുത്തിക്കൊണ്ടാണ് ഇതിനെ ചർച്ച വരെ ചെയ്തത്. ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് ഇവിടെ വന്നിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അവർ മെയിൽ ചെക്ക് ചെയ്തപ്പം കിടക്കണുണ്ടെന്ന് പറഞ്ഞ് അത് പിന്നെ ഓപ്പൺ ആവണില്ല എന്ന് പറയുന്ന ഒരു ഒത്തുകളി ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. കുറ്റക്കാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഡിസംബർ 2-ന് റിപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും സുമയ്യ പറഞ്ഞു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.